നമ്മൾ പഴയ മോഡൽ ബുള്ളറ്റിൻ്റെ എൻജിൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമായിരുന്നു. അപ്പോൾ നമ്മൾ സിലിണ്ടറും കയറ്റി വെച്ച് ഹെഡ് വിട്ട് ടൈറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഹെഡിൻ്റെ ഒരു സ്റ്റഡ് ടൈറ്റ് ആകുന്നില്ല, അതായത് സ്ലിപ്പായിപ്പോയി. നമ്മളത് ഊരി നോക്കിയപ്പം ഇത് കണ്ടോ, മറ്റേ സ്റ്റഡ് കാണിച്ചാൽ ഇത് കണ്ടോ, ഈ സ്റ്റഡ് ഇതിനകത്തുനിന്ന് പിരിവിട്ട് പൊങ്ങി പോരുമായിരുന്നു. ഇതിനകത്തുനിന്ന് പിരിവിട്ടിട്ട് ഇങ്ങനെ പൊങ്ങി പോരുമായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, ഇതൊന്നും ഓവർ സൈസ് ചെയ്തിട്ടേക്കുന്നതാണ്. സ്റ്റാൻഡേർഡല്ല, ഒന്ന് ഓവർ സൈസ് ചെയ്തിട്ടേക്കുന്നതാണ്. പക്ഷേ ആ ചെയ്തേക്കുന്ന ഒരു സെറ്റപ്പ് ആകാത്തതുകൊണ്ടായിരിക്കണം നമ്മൾ മുറുക്കിയപ്പോഴത്തേക്കും ഇത് പൊങ്ങി പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് ഓവർ സൈസ് ആക്കണത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇത് ഡ്രില്ല് ചെയ്ത് ഇച്ചിരി താഴത്തേക്ക് ഇറക്കി, അതിനുശേഷം ഈ ടാപ്പിട്ട് നമ്മൾ ഇതിനകത്ത് ത്രെഡ് വെട്ടുമായിരുന്നു. 1.25 mm ത്രെഡാണിത്. ഓക്കെ, വെട്ടിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്കിതിനകത്ത് ബ്രഷിൻ്റെ പിന്ന് അത് കറക്റ്റായിരുന്നു, ഇട്ട് നോക്കുമ്പോൾ കറക്റ്റായിരുന്നു. ഇനിയിപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ത്രെഡ് ചെയ്യണം. തുളച്ചിട്ട് ഓരോ സ്റ്റാൻഡേർഡ് പിരി വെട്ടണം. ഇതാണ് സ്റ്റാൻഡേർഡ് ബോൾട്ട് സ്റ്റഡ്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് പിരിവെട്ടി ശരിയാക്കണം. അപ്പോൾ ഇതിനകത്ത് ബോർ ചെയ്ത് ഈ പിരി ഇതിൻ്റെ ഈ സ്റ്റഡിൻ്റെ പിരി ഇതിനകത്ത് വെട്ടണം. എന്നിട്ട് ഇതിനകത്ത് വെച്ച് മുറുക്കണം. ഇതിപ്പം എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ഒരുപാട് പഴയ വണ്ടിയാണ് തന്നെയല്ല, ഇത് ഒരുപാട് പേര് മാറി പണിതതും ആരൊക്കെ ഏത് രീതി പണിതാണെന്ന് നമുക്കറിയത്തില്ല. സിലിണ്ടറൊക്കെ ഇട്ട് ഹെഡ് മുറുക്കി ഇത്രയും ചെയ്ത് വന്നപ്പോഴാണ്, ഹെഡ് മുറുക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനെ പണി കിട്ടുക. അത് ഒരു ഷെഡേ പോയുള്ളൂ. ഇങ്ങനെ വന്നതുകൊണ്ട് നമുക്കിതിപ്പോൾ ഒരു ഇരട്ടി പണിയായി. നമ്മുടെ സമയവും പോവും, പറഞ്ഞ സമയത്തിന് വണ്ടി നമുക്ക് ഇറക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഇങ്ങനെ വരുന്നുണ്ട്. അതിപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതി ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഓവർ സൈസ് വെട്ടിയത് നമുക്ക് ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ ഓവർ സൈസ് സ്റ്റഡ് നമ്മുടെ കയ്യിലുണ്ട്. ഇതുണ്ട്, ഇത് ഓവർ സൈസ് സ്റ്റഡും ഇത് സ്റ്റാൻഡേർഡും. അപ്പോൾ ഇത് ഒന്ന് ഓവർ സൈസ് ചെയ്തുകൊണ്ട് കാര്യം പറഞ്ഞ് ഇതിൻ്റെ ടാപ്പായിരുന്നു നമുക്ക് എളുപ്പമുണ്ടായിരുന്നു. ഓവർ സൈസ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നേരെ നമുക്ക് ഓവർ സൈസ് സ്റ്റഡ് വെട്ടിയാൽ മതി, ടാപ്പ് വെച്ച് വെട്ടിയാൽ മതിയായിരുന്നു. ആദ്യത്തെ ഓവർ സൈസ് അതെ, ആദ്യത്തെ ഓവർ സൈസ് ആയതുകൊണ്ട് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റാതായിപ്പോയി. അങ്ങനെ നമ്മൾ ഇതെൻ്റെ കൊച്ചച്ഛനാണ്, കൊച്ചച്ഛൻ്റെ അടുത്ത് ലെയ്ത്തർക്ക് വേണ്ടി വന്നേക്കുവാണ്. ബോൾട്ട് ബോർ ചെയ്തു, ഇനി അതിനകത്ത് ത്രെഡ് വെട്ടുവാണ്. അങ്ങനെ നമ്മൾ സ്റ്റഡ് ബോർ ചെയ്തു.
അതിനകത്ത് സ്റ്റഡിനകത്ത് പിരിയും വെട്ടി. അപ്പം ഫ്രീ ആയിട്ട് കയറുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വർക്ക്ഷോപ്പിലെത്തി. ഇനി നമുക്ക് ഈ സ്റ്റഡ് കറക്റ്റ് ലെങ്തിന് കട്ട് ചെയ്ത് ഇതിനകത്ത് ഇറക്കാം. അങ്ങനെ നമ്മൾ സ്റ്റഡ് കട്ട് ചെയ്തെടുത്തു, കറക്റ്റ് ലെങ്തിന് കട്ട് ചെയ്തു. ഇനി നമ്മുടെ പിരി വെട്ടിയ ഹോള് പെട്രോൾ ഇട്ടൊന്ന് ക്ലീൻ ചെയ്യണം. കാരണം നമ്മൾ ത്രെഡ് ലോക്കിട്ടാണത് ടൈറ്റ് ചെയ്ത് വെക്കുന്നത്. നമ്മുടെ ത്രെഡൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ചെക്കിനിട്ടിട്ട് ടൈറ്റ് ചെയ്ത് നിർത്താം. സൈഡ് ചെക്കിനിട്ടിട്ട് ഇനി ഇതിനകത്ത് ത്രെഡ് ലോക്കർ നമുക്ക് ഇതിനകത്തേക്ക് ഇറക്കാം. ഈ എക്സസ് വന്നതിന് ഡ്രിൽ ചെയ്ത് കളയണം. അങ്ങനെ നമ്മളത് ഡ്രില്ലൊക്കെ ചെയ്ത് ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. മുകളിലേക്ക് പൊങ്ങി നിൽപ്പില്ല, കറക്റ്റ് സീറ്റിംഗ് ആണിപ്പം. ത്രെഡിനകമൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തു. നമുക്ക് ജസ്റ്റ് ഇനി സ്റ്റഡ് നിറയ്ക്കാൻ നോക്കാം. അങ്ങനെ സ്റ്റഡ് മാക്സിമം ടൈറ്റ് ചെയ്തു. ഓക്കെ, കാണാം. പിരിയൊക്കെ ഇപ്പം നല്ല ടൈറ്റ് ആയിട്ടിരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റഡെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ബാക്കി സ്റ്റഡെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് സിലിണ്ടർ ഇട്ട് ഹെഡും വെച്ച് ടൈറ്റ് ചെയ്യാം. നമ്മളിതുപോലെ ആദ്യം മുറുക്കിയിട്ട് പോയ സ്റ്റഡ് ഇവിടുത്തെ ആയിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് ഹെഡ് നട്ടെല്ലാം മാക്സിമം ടൈറ്റ് ആയിട്ടുണ്ട്. ത്രെഡിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. രാവിലെ നമ്മൾ ഇത്രയും തന്നെ ചെയ്ത് വെച്ചതാണ്. അപ്പോഴാണ് ഈ ഒരു നട്ടിന് മാത്രം പ്രശ്നം വന്നത്. അപ്പോൾ നമ്മൾ ശരിയാക്കി
മാക്സിമം ടൈറ്റായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.